ഇതൊരു എയർഗണ്ണാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പേർ ഈ എയർഗൺ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് എയർഗണിൻ്റെ മെക്കാനിസം? എത്രത്തോളം അപകടകാരിയാണ് എയർഗൺ? അക്കാര്യങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇതൊരു റിവോൾവറാണ്. ഇത് കണ്ട ഒറിജിനലാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം? ഇത് ഡാൻവസൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. എന്ന് വെച്ചാൽ യഥാർത്ഥമായിട്ട് റിവോൾവർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ തന്നെ എയർഗണ്ണാണ്. ഇതിലൊരു ചേമ്പറുണ്ട്. അതിൽ പ്രീ ചാർജ് ചെയ്യുന്ന CO2 ക്യാപ്സ്യൂളുണ്ട്. ഈ ക്യാപ്സ്യൂളാണ് ഇതിന് പ്രഷർ കരുതുന്നത്. പ്രഷർ ഇത് ആഡ് ചെയ്തിട്ട് ഇതിനൊരു ചേമ്പർ പോലെ ആക്ട് ചെയ്യും. അതിൽ വലിയ ചേമ്പറിൽ നിന്ന് ചെറിയ ചേമ്പറിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രണ്ടിലുള്ള എന്തിനേയും തള്ളിക്കൊണ്ട് പോകാനുള്ളൊരു പ്രവണതയുണ്ട്. ആ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് എല്ലാ എയർഗൺസും വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് പെല്ലറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിലവിൽ ഇത് റിവോൾവറാണ്. ഈ റിവോൾവറിൽ ഒരു കേസുണ്ട്. ഈ കേസിനകത്തോട്ട് സിംഗിളായിട്ട് പെല്ലറ്റുകൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ റൗണ്ട് ഇങ്ങനെ ഫയർ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ആവും. ഏകദേശം എത്രത്തോളം വില വരും ഇതിന്? ഇതിന് 35,000 മുതൽ 1,00,000 രൂപ വരെ അതിന് പുറത്തുള്ള സാധനമുണ്ട് ഈ CO2 ചാർജ് ചെയ്യുന്ന ഗണ്ണിന്. ഇതിനകത്ത് ഈ പെല്ലറ്റിന് എത്രത്തോളം ഡേഞ്ചറാണത്? അത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ക്ലോസ് റേഞ്ചിൽ ഒരു 10 മീറ്ററിനകത്ത് പറയുന്ന ശരീരത്തിലെ പ്രധാന പോയിന്റുകളിൽ കൊല്ലാണെങ്കിൽ മരണം ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ ഗണ്ണിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ്? ഇത് ബേസിക്കലി ഇന്ത്യൻ മെയ്ഡാണ്. PCP റൈഫിൾ എന്ന് പറയും. ഇതിന് ഇവിടെ നിന്ന് ഒരു ചേമ്പർ വഴി ഈ ബാരലിലോട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള എയർ വിടുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ ടിഗർ ചെയ്യുമ്പോഴത്തേക്ക് സർട്ടൺ എമൗണ്ട് ഓഫ് എയർ പുറത്തു പോകുന്നു. ഇത് ഡെഡ്ലിയാണ്. ഇത് നമ്മൾ ആദ്യം മുതലുള്ള എയർ ഗണ്ണിൻ്റെ മോഡലാണ്. എന്ന് വെച്ചാൽ ഇതിന് അതേ പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ ഇതിന് 2 പാർട്ടാണ്. ഇവിടെ ഒരു ചേമ്പറാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രഷറിൽ ഇവിടെ ഒരു ചേമ്പർ ബാക്കിലോട്ട് പോയിട്ട് പ്രഷറൈസ്ഡ് ആവുകയാണ്. പെല്ലറ്റിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഒരു ഇതൊക്കെ എങ്ങനെയാണ്? പെല്ലറ്റ് 3-4 തരമുണ്ട്. ഇതൊരു പോയിന്റ് ഹെഡാണ്. ഇത് ബോൾ ഹെഡാണ്. ഇനി ഫ്ലാറ്റ് ഹെഡുണ്ട്. പ്രതലം ചപ്പിയതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പെൻട്രേറ്റ് ചെയ്യുന്നത് ഷാർപ്പ് ഹെഡാണ്. പക്ഷേ ഏറ്റവും ഡെഡ്ലി ഫ്ലാറ്റ് ഹെഡാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബേസിക്കലി നമുക്ക് ഈ മെക്കാനിസം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അമേച്ചർ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്, ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എയർഗൺ ഒരു കളിപ്പാട്ടമൊന്നുമല്ല, അത്യാവശ്യം അപകടമുണ്ടാക്കാവുന്ന ആയുധം തന്നെയാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. അനൂപിനൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.